നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ബി.ജെ.പിക്ക് പ്രവചിക്കപ്പെട്ട 3 സീറ്റുകളിൽ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെട്ട മണ്ഡലം തൃശ്ശൂരായതോടെ നെഞ്ചിടിപ്പോടുകൂടി മാറിയിരിക്കുകയാണ് മുന്നണികൾ. സംസ്ഥാനത്തെ താരപ്പകിട്ടേറിയ ഏറ്റവും സുപ്രധാന മണ്ഡലമായി പ്രചാരണ കാലയളവിൽ തന്നെ വിലയിരുത്തപ്പെട്ട തൃശ്ശൂർ ഫലപ്രഖ്യാപന നിമിഷം വരെ മുന്നണികളെ മുൾമുനയിൽ നിർത്തുന്ന രാഷ്ട്രീയ കേന്ദ്രവുമായി മാറി. ബി.ജെ.പി. സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വിജയം എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതോടെ ഇടതു വലത് മുന്നണികളാണ് പരസ്പരം കുറ്റപ്പെടുത്തലുകളുമായിട്ട് രംഗത്തിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. അന്തിമ ഫലപ്രഖ്യാപനത്തിന് ഒരു ദിനം മാത്രം ബാക്കി നിൽക്കെ ഇതോടെ വീണ്ടും രാഷ്ട്രീയ കേരളത്തിൻ്റെ ശ്രദ്ധ തൃശ്ശൂരിലേക്ക് മാറുകയാണ്. തിരുവനന്തപുരവും ആറ്റിങ്ങലും ചില എക്സിറ്റ് പോൾ സർവേകളിൽ ബി.ജെ.പിയുടെ വിജയം പ്രവചിക്കുന്നുണ്ടെങ്കിലും തൃശ്ശൂരിലാണ് എല്ലാ സർവേകളും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശീർവാദത്തോടെ മത്സരത്തിനിറങ്ങിയ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വമാണ് ആദ്യം പ്രഖ്യാപിക്കപ്പെട്ടത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി സ്വന്തമാക്കിയ 28% വോട്ടിൽ ഇത്തവണ എത്രമാത്രം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും അദ്ദേഹത്തിൻ്റെ വിജയസാധ്യതയും. ഇത്തവണ വോട്ട് വർദ്ധിപ്പിക്കാനല്ല, ജയിക്കാൻ തന്നെയായിരുന്നു ഞങ്ങളുടെ പോരാട്ടമെന്ന് ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് പറയുന്നുണ്ട്. സർവേ ഫലങ്ങൾ പോലെ സുരേഷ് ഗോപി ജയിക്കുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി കോൺഗ്രസിനായിരിക്കുമെന്ന് ആരോപിച്ച് CPM നേതാവും CPMൻ്റെ ആസ്ഥാന വിദൂഷകനുമായ ബാലൻ രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ അവസാന നിമിഷവും വിജയപ്രതീക്ഷ കൈവിടാതെ UDF സ്ഥാനാർത്ഥി മുരളീധരനാകട്ടെ CPMനെയാണ് കുറ്റപ്പെടുത്തിയത്. സുരേഷ് ഗോപി 2ാം സ്ഥാനത്തെത്തിയാൽ പോലും അത് CPM പിന്തുണയോടെയാണെന്ന് വ്യക്തമാകുമെന്ന് മുരളീധരൻ പറയുന്നു. വടകരയിലെ സിറ്റിംഗ് MP ആയിരുന്ന മുരളീധരൻ അവസാന നിമിഷമാണ് തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായത്. അദ്ദേഹത്തിൻ്റെ സഹോദരി കൂടിയായ മുൻ കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാലിൻ്റെ അപ്രതീക്ഷിത ബി.ജെ.പി. പ്രവേശനമാണിതിന് പ്രധാന കാരണമായത്. പത്മജ ഫാക്ടർ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിച്ചു എന്നതും നിർണായകമാകും. തെരഞ്ഞെടുപ്പിന് പിന്നാലെ നടന്ന KPCC അവലോകന യോഗത്തിൽ മുൻ MP TN പ്രതാപനും DCC പ്രസിഡന്റിനുമെതിരെ K. മുരളീധരൻ ആഞ്ഞടിച്ചിരുന്നു. സിറ്റിംഗ് സീറ്റ് സുരേഷ് ഗോപിക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നാൽ തൃശ്ശൂർ കോൺഗ്രസിലെ പടലപ്പിണക്കം കൂടുതൽ രൂക്ഷമായേക്കുമെന്ന ആശങ്കയും നേതൃത്വത്തിനുണ്ട്. CPIയുടെ ജനകീയ മുഖമായ മുൻ മന്ത്രി VS സുനിൽകുമാർ ആയിരുന്നു തൃശ്ശൂരിൽ ഇടത് സ്ഥാനാർത്ഥി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് CPM BJP ഡീൽ നടന്നെന്ന ആരോപണം കോൺഗ്രസ് നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. സുരേഷ് ഗോപി ജയിക്കുകയാണെങ്കിൽ ഈ ആരോപണം കോൺഗ്രസ് ശക്തമായി ഉന്നയിക്കാനും ഇത് ഇടതുനിരയിൽ അസ്വാരസ്യത്തിന് കാരണമാകാനും ഇടയുണ്ട്. മാത്രമല്ല BJP കേന്ദ്ര നേതൃത്വവുമായി CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ചർച്ച നടത്തിയെന്ന വിവാദവും വീണ്ടും ചൂടുപിടിക്കും. എന്നാൽ തൃശ്ശൂർ നഗരത്തിൽ സുരേഷ് ഗോപി ഒന്നാമതെത്തിയാലും തീരദേശ ഗ്രാമീണ മേഖലകളിലെ വോട്ടിലൂടെ ജയിച്ചു കയറാൻ സാധിച്ചേക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് അവസാന നിമിഷവും CPI നേതൃത്വം പങ്കുവയ്ക്കുന്നത്.